കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ശരിക്കും വിളയോടി വേണുഗോപാൽ RSSൻ്റെ പ്രവർത്തകനാണ്. തോട്ടം മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. ഈ കമ്പനി ഇവിടെ വന്നതുകൊണ്ട് ദുർഗന്ധം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അത് കിഴക്കോട്ട് കാറ്റടിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവിടെ ഈ കമ്പനി വന്ന് 6 മാസങ്ങൾക്ക് ശേഷം അവരുടെ കിണറുകളിലെ വെള്ളമൊക്കെ ചീത്തയായി. അവിടെ 60 ബോർവെല്ലാണ് അവർ കുഴിച്ചത്. 6 എണ്ണത്തിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ 60 ബോർവെല്ലല്ലാതെ 2 കൊക്കർണയും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം മുതൽ 15 ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണക്ക്. ഈ ജലശേഖരം ഇവിടെ ഉണ്ട് എന്ന് അമേരിക്കയുടെ നാസ സാറ്റലൈറ്റ് സർവേയിലൂടെ കണ്ടെത്തുകയും ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ വരുന്നത്. അതായത് മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഈ മുത്തങ്ങ സംഭവത്തിൽ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഗോത്ര മഹാസഭ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. അത് കേരളത്തിൽ എഫക്റ്റീവായിട്ട് നടന്നത് മുതലമടയിൽ മാത്രമാണ്. മുതലമട, മീനാക്ഷിപുരം മേഖലകളിൽ മാത്രമാണ് നടന്നത്. കാരണം ആദിവാസി സംരക്ഷണ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന സമയമാണ്. അപ്പോൾ ആദിവാസി സംരക്ഷണ സംഘം രൂപീകരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1996 കാലഘട്ടത്തിൽ ഈ വിളയോടി വേണുഗോപാൽ വന്നിട്ട്, ശരിക്കും വിളയോടി വേണുഗോപാൽ RSSൻ്റെ പ്രവർത്തകനാണ്. തോട്ടം മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. തോട്ടം മേഖല നെല്ലിയാമ്പതി തോട്ടം മേഖലയിലായിരുന്നു ആൾ പ്രവർത്തിച്ചിരുന്നത്. BMSൻ്റെ പ്രവർത്തകനായിരുന്നു. BMS അവിടെ ഉണ്ടാക്കിയത് തന്നെ വിളയോടി വേണുഗോപാലാണ്. വിളയോടി വേണുഗോപാൽ അങ്ങനെ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് BMSൽ പ്രവർത്തിച്ചു. പിന്നെ നെല്ലിയാമ്പതിയിൽ തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ചു. ഇതേപോലെ തന്നെ ഈ പാലക്കാട് ജില്ലയിലെ ഒരു സറൗണ്ടിങ്, പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാലക്കാടൻ ഗ്യാപ്പാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഗ്യാപ്പിലാണ്. 1600 കിലോമീറ്റർ നീളത്തിലാണ് പശ്ചിമഘട്ടമുള്ളത്. ഇതിൽ 45 കിലോമീറ്റർ വിടവാണത്. ഈ വിടവിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു ഏരിയ ഉണ്ട്. ചുറ്റുമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് വാളയാർ, തെക്ക് ഭാഗത്ത് നെല്ലിയാമ്പതി. ഇത് ആനമല എന്നാണ് പറയുക അതിന് ശരിക്കും. ഇപ്പോൾ നെല്ലിയാമ്പതി, പറമ്പിക്കുളമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഭാഗത്ത് വരുന്നത് വാളയാർ, കഞ്ചിക്കോട്, ഈ മലനിരകളാണ് വരുന്നത്. അപ്പോൾ ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആദിവാസി ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ഉള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ വിളയോടി വേണുഗോപാലിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ആയിട്ടാണ് ഞങ്ങളെയൊക്കെ ബന്ധപ്പെടുന്നത്. ഞാൻ 1992 കാലഘട്ടത്തിലാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. രണ്ടാം ഘട്ട സാക്ഷരതാ പ്രവർത്തനത്തോടുകൂടിയാണ് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വരുന്നത്. നമ്മുടെ മുതലമടയിൽ പോത്തമ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി യുവസംഘടന എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. വോളണ്ടറി ഓർഗനൈസേഷൻ, ഒരു സാമൂഹ്യ സംഘടനയാണ്. ഞങ്ങളൊരു വായനശാലയൊക്കെ തുടങ്ങി. അപ്പോൾ ഈ വായനശാല ഒരു ക്ലബ്ബ്, ഒരു സന്നദ്ധ സംഘടനയായിട്ട് വികസിച്ചു അത്. അപ്പോൾ അത് ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. പ്രധാനമായിട്ടും നേത്ര ചികിത്സാ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നടത്തി. ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്ത് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ, ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും 1997 പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല സന്നദ്ധ സംഘടനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ കിട്ടിയിരുന്നു. ആ സമയത്ത് അതിന് 3 വർഷം തുടർച്ചയായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ.
അപ്പോൾ ഈ വിളയോടി വേണുഗോപാൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പല അവസരങ്ങളിലും ഞങ്ങളെ ബന്ധപ്പെടുമായിരുന്നു. ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും ആദിവാസി മേഖലയിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ആദിവാസി മേഖലയിൽ സന്ദർശിക്കണം എന്നുണ്ടെങ്കിലോ അപ്പോൾ നമ്മളെയും കൂടി ഒരു സഹായം ആവശ്യപ്പെടും. കാരണം അദ്ദേഹത്തിന് അന്ന് ഡ്രൈവിംഗ് അറിയില്ല, ടൂ വീലർ സംവിധാനമില്ല, ഒറ്റ നടന്ന് തന്നെ പോകണം, അങ്ങനത്തെ അവസ്ഥയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ടൂ വീലർ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ ഏകദേശം 1996, 97 കാലഘട്ടത്തിൽ ഇവിടെ ഈ ആദിവാസി കോളനികളൊക്കെ പല ആവശ്യങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് സന്ദർശിക്കും. ഈ മേഖലകളിൽ അവിടെ സ്ഥിരം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ ഒന്ന് പോലീസ് അതിക്രമം ഉണ്ടാവും. എന്തെങ്കിലും ഒരു മോഷണം നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നടന്നെങ്കിൽ ആ മേഖലയിൽ പോയിട്ട് പോലീസ് ആരെങ്കിലും കൊണ്ടുപോകും, സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കും. അവർ FIR ഇടില്ല, 3-4 ദിവസം അവിടെ വന്ന് കസ്റ്റഡിയിൽ വെക്കും. അപ്പോൾ ഒന്നുകിൽ കേസെടുത്തിട്ട് അവരെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റ് സമുദായത്തിലെ ആളുകൾ ഈ ആദിവാസി ജനവിഭാഗത്തിലെ ആളുകളെ ആക്രമിക്കുക പറഞ്ഞാൽ തല്ലുക, അടിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തല്ലും, കൂലി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മർദ്ദിക്കും, ഭീഷണിപ്പെടുത്തും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് സ്ഥിരമായിട്ട് നിലവിലുള്ള സംഗതികളാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവായിട്ട് ഈ എന്തെങ്കിലും കുടുംബക്കാർ തമ്മിലുള്ള വഴക്ക്, നാട്ടുകാർ തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ മറ്റ് സമുദായക്കാർ തമ്മിലുള്ള വഴക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പരാതി എടുക്കില്ല. കേരളത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ നടത്തിയ ഒരു സ്ഥലമാണ് കൊല്ലംകോട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ആദിവാസി സംരക്ഷണ സംഘം, ഈ ആദിവാസി സംരക്ഷണ സംഘമൊക്കെ ഉണ്ടാക്കുന്നത് ഞാനും വിളയോടി വേണുഗോപാലും കൂടി എല്ലാ കോളനികളിലും, മുതലമടയിൽ മാത്രം 14 കോളനികളുണ്ട്. എല്ലാ കോളനികളിലും ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യൂണിറ്റുകളുണ്ട്. ആദിവാസി സംരക്ഷണ സംഘം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ്. അതായത് കോൺഗ്രസ് ആദിവാസി, BJP ആദിവാസി, CPM ആദിവാസി, ഇവർക്കൊക്കെ ആദിവാസി സംഘടനകളുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളവിടെ പോയിട്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സ്വതന്ത്രമായൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോയൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി അടുത്ത ആഴ്ച പോകുമ്പോഴേക്കും ആ സംഘടന ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭീഷണി ഉണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ട് പോലും മുതലമട പഞ്ചായത്തിൽ 14 കോളനികളിലും ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യൂണിറ്റുകൾ രൂപീകരിക്കാൻ പറ്റി. ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യൂണിറ്റ് രൂപീകരിക്കാൻ പറ്റുന്നത് അതിൻ്റെ മുരുകേശൻ, ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ മുരുകേശനും അതുപോലെ തന്നെ നീളിപ്പാറയിലെ മാരിയപ്പണനും, ഇവരുടെയൊക്കെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം അവർ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അതായത് എറവാളർ സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവർ. ഈ എറവാളർ സമുദായം എന്ന് പറയുമ്പോൾ വേറെ എവിടെയില്ല, അത് എൻഡമിക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഈ വാളയാർ വനമേഖലകളിലും അതുപോലെ തന്നെ ഈ നെല്ലിയാമ്പതി ഈ വനമേഖലകളിലും മാത്രം കാണപ്പെടുന്ന, പിന്നെ തമിഴ്നാട്ടിലുണ്ട് എറവാളർ വിഭാഗം, അവർ ട്രൈബാണ്. അപ്പോൾ അവർ ശരിക്ക് നാട്ടിൽ താമസിക്കുന്ന ആദിവാസികളാണ് എറവാളർ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമുദായത്തിലെ ആളുകൾ ഇവരാണ് ഈ ആദിവാസി സംരക്ഷണ സംഘത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് അതിൻ്റെ പ്രാഥമികമായ വർക്കൊക്കെ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയത് വളയോടിയാണ് അതിൻ്റെ ഇനീഷ്യേറ്റീവ് ചെയ്തത്. വളയോടിക്ക് കൃത്യമായ ആദിവാസി ദളിത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് സാമൂഹിക പ്രവർത്തനം എന്നതിലുപരിയായിട്ട് അതിൻ്റെ രാഷ്ട്രീയം കൂടുതലായിട്ടൊന്നും അറിയാത്തൊരു പ്രായമായിരുന്നു. പക്ഷേ ഈ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ കോളനികളിലും നിരവധി തവണ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിരവധി പ്രശ്നങ്ങളുണ്ടാവും. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടാവും, റോഡിൻ്റെ പ്രശ്നമുണ്ടാവും, അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകളുടെ പ്രശ്നമുണ്ടാവും, പെൻഷൻ, അതുപോലെ തന്നെ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, പീഡനം, അവഗണന, ജാതിപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ ഈ എറവാളർ സമുദായം മാത്രമല്ല, മലസരുണ്ട്, മലസരുണ്ട്, അങ്ങനെ വേറെ പല ആദിവാസി ജനവിഭാഗങ്ങളും ഇവിടെ ഉണ്ട്.
പക്ഷേ ഈ വിഭാഗത്തിലെ കുറച്ച് ആളുകളാണ് ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാച്ചിമടയിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അത് ഏകദേശം ഈ പറയുന്ന 2000 കാലഘട്ടത്തിലാണത്. ഏകദേശം 2000 കാലഘട്ടത്തിൽ പ്ലാച്ചിമടയിൽ പോയിട്ട് വിജയനഗരം കോളനിയിലാണ് യോഗം ചേരുന്നത്. അപ്പോൾ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യോഗം നടക്കുമ്പോൾ അവിടെ വേലു സ്വാമിനാഥൻ പിന്നെ പ്രാദേശികമായ അവിടുത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും മൈലമ്മയൊന്നും ഈ പ്ലാച്ചിമട സമരരംഗത്തൊന്നും വന്നിരുന്നില്ല, ആദ്യഘട്ടത്തിലൊന്നും അല്ല, പിന്നീടാണ് അവർ വന്നത്. വേലു സ്വാമിനാഥനാണ് അവിടുത്തെ കൺവീനർ, ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ കൺവീനർ. പെരുമാട്ടി പഞ്ചായത്താണത്. അന്ന് ഈ ആദിവാസി സംരക്ഷണ സംഘവും അവിടെ ഉണ്ടാക്കാൻ പോയപ്പോൾ ആ യോഗത്തിൽ വെച്ചാണ് ആളുകൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുന്നത്. ഈ കമ്പനി ഇവിടെ വന്നതുകൊണ്ട് ദുർഗന്ധം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അത് കിഴക്കോട്ട് കാറ്റടിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവിടെ ഈ കമ്പനി വന്ന് 6 മാസങ്ങൾക്ക് ശേഷം അവരുടെ കിണറുകളിലെ വെള്ളമൊക്കെ ചീത്തയായി, ഹാർഡായി വെള്ളം. ആ വെള്ളം കൊണ്ട് മൃഗങ്ങളെയോ കുളിപ്പിക്കാൻ പറ്റില്ല, മനുഷ്യനെയും കുളിക്കാൻ പറ്റില്ല, ചൊറിച്ചിലുണ്ടാകുക. പിന്നെ ആ വെള്ളം കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ ഈ വേകുന്നില്ല ഭക്ഷണം. ഹാർഡ് വാട്ടർ വെള്ളം ഈ പരിപ്പ് വേകുന്നില്ല, അരി വേകുന്നില്ല, ദീർഘദൂരം കത്തിച്ചാലേ ഇത് വേകുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അതേപോലത്തെ അപൂർവമായിട്ടുള്ള പല രോഗങ്ങളും അവർക്ക്, സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ അബോർഷൻ, പല സ്ത്രീകൾക്കും അവിടുത്തെ വെള്ളം ഉപയോഗിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, കൂടുതലായിട്ട് അവിടെ ഈ അബോർഷൻ സ്ത്രീകൾക്കിടയിൽ നടക്കുന്നു. അതുപോലെ തന്നെ മെൻസസ് ഡിസോർഡർ, അങ്ങനെയുള്ള കുറേ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസുഖങ്ങളെക്കാളും കൂടുതൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അവർക്ക് ഉള്ളതായിട്ട് അവർ തന്നെ പറയുക. അപ്പോൾ ഇത് നമുക്ക് ഈ കമ്പനി ഇവിടെ വേണ്ട എന്നാണ് അവർ എന്ന് പറഞ്ഞത്. അതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ദേശീയ തലത്തിൽ മേധാ പട്കറിൻ്റെ നേതൃത്വത്തിലുള്ള NAPM, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്, അവർ ദേശ് ബച്ചാവോ ദേശ് ബനാവോ അല്ല സോറി അത് അന്ന് അതല്ല, അത് പിന്നീട് വരുന്ന ഒരു സംഭവമാണ്. നോ കോള നോ പെപ്സി വി വോണ്ട് ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2000 കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തണമെന്ന് NAPM ഒരു ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയില്ലല്ലോ, ഈ കൊക്കക്കോള പെപ്സി പറയുന്ന സാധനം കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടോയെന്ന് പോലും അറിയില്ല. പാലക്കാട് കഞ്ചിക്കോടും ഈ പറയുന്ന പെരുമാട്ടിയിൽ കൊക്കക്കോളയും അവിടെ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇത് ഇവിടെ ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആദ്യ മീറ്റിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു കൊക്കക്കോള കമ്പനി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, എനിക്ക് ആദ്യം തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പയിനാണ് നോ കോള നോ പെപ്സി വി വോണ്ട് ഡ്രിങ്കിങ് വാട്ടർ. ഈ പറയുന്ന വെള്ളം വിൽപ്പന ചരക്കാക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ നാടൻ പാനീയങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഒരു വിദേശ സംസ്കാരം, വിദേശ പാനീയം ഇവിടെ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനി വന്ന് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് അന്ന് തന്നെ നമുക്കുണ്ടായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് തോന്നിയത് വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് അന്ന് തോന്നി. ഇത് പിന്നീടാണ് ഇത് എത്രമാത്രം അത് വലിയൊരു വിഷയമാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അന്നങ്ങനെ പെട്ടെന്ന് തോന്നി. അപ്പോൾ ക്യാമ്പയിൻ നടത്താൻ പറ്റിയ ഒരു പ്രതീകം ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഇവിടുത്തെ ക്യാമ്പയിൻ നടത്താമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അന്ന് ആദ്യം വന്നത് കേട്ടപ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുന്ന സമയത്ത് അവിടെ ഈ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു തൊഴിൽ പ്രശ്നമുണ്ടായി. കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാദേശികമായ ആളുകളെ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും ഈ കമ്പനിയായിട്ട് പലതരത്തിലുള്ള ചർച്ചകളും നീക്കുപോക്കും സമരങ്ങളും ഉപരോധങ്ങളും പരിപാടികളൊക്കെ ഇങ്ങനെ അണിയറയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും
പ്രാദേശികമായ ആൾക്കാരെ ഒന്നും കൂടുതലായി എടുത്തില്ല. അവിടെ ആകെ ഉള്ളത് 80 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് അവിടെ ജോലി ചെയ്തിരുന്നത്. യന്ത്രവൽകൃത സംവിധാനത്തിലൂടെയാണ് അവർ ജോലി ചെയ്തിരുന്നത് ഈ കൊക്കക്കോളയിൽ. അവിടെ 60 ബോർവെല്ലാണ് അവർ കുഴിച്ചത്. 6 മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ 60 ബോർവെല്ലല്ലാതെ 2 കൊക്കർണിയും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം മുതൽ 15 ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് കണക്ക്. അതെങ്ങനെ കണക്കാക്കിയെന്ന് വെച്ചാൽ ഡോക്ടർ സതീഷ് ചന്ദ്രൻ്റെ ഇൻടാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് എടുത്തതെന്ന് വെച്ചാൽ, അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊക്കക്കോള കമ്പനിയുടെ മുമ്പിൽ പന്തലന്നില്ല, സമരം തുടങ്ങിയിട്ടില്ല. സമരം തുടങ്ങുന്നതിന് 3 മാസം മുമ്പാണ് ആ റിപ്പോർട്ട് വന്നത്. അതിന് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നത് നിത്യാനന്ദ് ജയരാമൻ്റെയാണ്. കോർപ്പ് വാച്ച് ഇന്ത്യ എന്ന് പറയും. കോർപ്പ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് കുത്തകകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അതിൻ്റെ ഇന്ത്യൻ സംഘടനയാണ്, ഇന്ത്യൻ ഘടകമാണ് കോർപ്പ് വാച്ച് ഇന്ത്യ. അതിൻ്റെ സൗത്ത് ഇന്ത്യൻ കോർഡിനേറ്ററാണ് നിത്യാനന്ദ് ജയരാമൻ. അദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ, ഈ PUCL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ആ PUCLൻ്റെ അന്ന് പ്രവർത്തകരായിരുന്നു ഞാനും വിളയോടി വേണുഗോപാലും. ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ യോഗം ആദ്യം നടന്നല്ലോ. അത് യൂണിറ്റ് രൂപീകരണ യോഗം നടന്നപ്പോൾ ഈ പ്ലാച്ചിമട പ്രശ്നം, ഈ പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു വീണ്ടും ഒരു യോഗം വെച്ചു. ആ യോഗത്തിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. PUCLൻ്റെ നാഷണൽ കൗൺസിൽ മെമ്പർ പറഞ്ഞില്ലേ, അദ്ദേഹം പങ്കെടുത്തത്. അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു. അങ്ങനെ ഇദ്ദേഹമാണ് നിത്യാനന്ദ് ജയരാമനെ കണക്ട് ചെയ്ത് തന്നത്. നിത്യാനന്ദ് ജയരാമൻ എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വരണം, ഈ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം വന്ന് 2-3 ദിവസമൊക്കെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി, ചോദിച്ച് മനസ്സിലാക്കി, കണ്ടും മനസ്സിലാക്കി. ഇവിടുത്തെ സാമ്പിള് അദ്ദേഹം കളക്ട് ചെയ്തു. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കക്കോള നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച്, അതിന് ബൈ പ്രൊഡക്ട്സ് എന്നല്ല പറയുന്നത്, അത് ഉണ്ടാകുന്ന കുറച്ച് മാലിന്യങ്ങളുണ്ട്. സ്ലഡ്ജ്, ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങൾ, അത് രണ്ടും ശേഖരിച്ചു. ഇത് ശേഖരിച്ചിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു അനലറ്റിക്കൽ ലാബിൽ, ആ ലാബിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, ആ റിപ്പോർട്ടാണ് പിന്നെ BBC-യിലൊക്കെ വന്നത്. ആ റിപ്പോർട്ട് നിത്യാനന്ദ് ജയരാമൻ്റെ ആ റിപ്പോർട്ടാണ് BBC-യിൽ വന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നതിനനുസരിച്ചിട്ട് കാഡ്മിയം, സിങ്ക്, ലെഡ് ഇതുപോലെ ഖനലോഹങ്ങൾ, ഹെവി മെറ്റൽസ് അനുവദനീയമായ അളവിൻ്റെ 100 മുതൽ 300 വരെ ഇരട്ടിയാണ് എന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി അത് വലിയ വാർത്ത, BBC-യിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നിരുന്നതാണ്. കേരളത്തിൻ്റെ ആകെയുള്ള ഭൂഗർഭജലം എന്ന് പറയുന്നത് 15 ക്യൂബിക് കിലോമീറ്ററാണ്. അതായത് 15 കിലോമീറ്റർ നീളം, 15 കിലോമീറ്റർ വീതി, 15 കിലോമീറ്റർ ആഴം. നീളവും വീതിയും ആഴവുമുള്ള ക്യൂബിക്. ഇപ്പോൾ 15 കിലോമീറ്റർ നീളമുള്ള ഒരു കോല്, നീളത്തിലും വീതിയിലും ആഴത്തിലും ഉള്ള ഒരു ക്യൂബിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ വെള്ളത്തെ നിർത്താൻ പറ്റും. അത്രയും ജലശേഖരമാണ്, അത്രയും ജലശേഖരമാണ് കേരളത്തിലുള്ളത്. അതിൽ 13.5 ക്യൂബിക് കിലോമീറ്റർ ജലശേഖരവും പാലക്കാടൻ ചുരത്തിലാണ്. ക്ലിയറായോ? ഈ ജലശേഖരം ഇവിടെ ഉണ്ട് എന്ന് അമേരിക്കയുടെ നാസ സാറ്റലൈറ്റ് സർവേയിലൂടെ കണ്ടെത്തുകയും ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ വരുന്നത്. ക്ലിയറായോ? കേരളത്തിലെ അസംസ്കൃത ജലം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ വ്യവസായങ്ങളും പാലക്കാട് തന്നെയാണ് ഉള്ളത്. പാലക്കാട്, കഞ്ചിക്കോട് മേഖലകളിൽ ഇവിടെ ഏത് ഭാഗത്ത് നിങ്ങൾ കുഴിച്ചാലും ഭൂഗർഭജലം കിട്ടും. അത്രയും വലിയ ജലശേഖരമാണ് ഉള്ളത്. അതിൻ്റെ ഡിപ്ലീഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷനൊക്കെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അമിതമായ ഭൂഗർഭ ജല ഉപയോഗം കൊണ്ട് ഭൂഗർഭ ജലവിധാനം വളരെയധികം താഴ്ന്നിട്ടുണ്ട്.
ചിറ്റൂർ ബ്ലോക്കിൽ റെഡ് അലർട്ടാണ്. ചിറ്റൂർ ബ്ലോക്കിലാണ് അത് കിടക്കുന്നത്, റെഡ് കാറ്റഗറി. 2002 ഏപ്രിൽ 22-നാണ് നമ്മൾ സമരം തുടങ്ങുന്നത്. 2002 ഏപ്രിൽ 22 ബഹുമതിദിനത്തിനാണ് സമരം തുടങ്ങുന്നത്. 2002 ഏപ്രിൽ 21-ന് കൊല്ലങ്കോട് പോലീസ് ഈ സമരവുമായി ബന്ധപ്പെട്ട കുറേ ആളുകളെ കേടി ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലിസ്റ്റിൽ അത് ഈ സമരം തുടങ്ങുന്നതിന് തലേ ദിവസം ഇപ്പോഴും ഉണ്ട് ആ ലിസ്റ്റ്. ആ കേടി ലിസ്റ്റിൽ ഈ പറയുന്ന വിളയോടി വേണുഗോപാലുണ്ട്, ഗോവിന്ദാപുരം കോളനിയിലെ അംബേദ്കർ കോളനിയിലെ മുരുകേശനുണ്ട്, ആറുമുഖൻ പത്തിച്ചിറയുണ്ട്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പേര് കൂടെ ആ ലിസ്റ്റിലുണ്ട്. ഇപ്പോഴും ആ ലിസ്റ്റ് ഉണ്ട്, കെ ഡി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സമരം അവിടെ ഈ കൊക്കക്കോള കമ്പനിക്കെതിരായിട്ടുള്ള സമരം ഏപ്രിൽ 22 തുടങ്ങിയത്. 2002 ഏപ്രിൽ 22 കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള സമരം തുടങ്ങിയത് ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. സമരം തുടങ്ങുന്നതിന് മുൻപ് കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. 3 സംഘടനകളാണ് നോട്ടീസ് കൊടുത്തത്. 1 ആദിവാസി സംരക്ഷണ സംഘം, 2 PUCL പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, 3 ഹരിത ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഹരിത ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനും, പിന്നെ PUCLൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് വിളയോടി വേണുഗോപാലും, ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് സ്വാമിനാഥനും ഒപ്പിട്ടിട്ട് 3 പേരും കൂടി കമ്പനിക്ക് നോട്ടീസ് കൊടുത്തത്. കമ്പനിക്ക് നോട്ടീസ് കൊടുത്തത് കമ്പനി ഈ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ള മലിനീകരണം അടിയന്തരമായി അവസാനിപ്പിക്കാത്ത പക്ഷം കമ്പനിക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത്. ആ നോട്ടീസ് കൊടുത്ത് കമ്പനി ഞങ്ങളെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു. ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത് പാലക്കാടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഞങ്ങൾ 3 പേരാണല്ലോ നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി ചേർന്ന് ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് പോയാലുണ്ടായിരുന്ന ഭവിഷ്യത്തുകൾ, പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചിട്ട് എനിക്കോ സ്വാമിനാഥനോ അറിയില്ല. അത് വിളയോടിക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിളയോടി പറഞ്ഞു, ഞങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വേണ്ടി വരില്ല, ചർച്ച വയ്ക്കുകയാണെങ്കിൽ ഫാക്ടറിക്കുള്ളിൽ വെക്കൂ, ഇവിടെ പരിസരത്തിലെ ആളുകളും കൂടെ പരിസരവാസികളും കൂടി ഞങ്ങൾ അവിടെ എത്തി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ മുമ്പിൽ വയ്ക്കൂ, ഞങ്ങളെല്ലാവരും കൂടെ വരാം, അല്ലാതെ അവിടെയൊന്നും ഞങ്ങൾ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല പറഞ്ഞ് ആ ചർച്ചയ്ക്ക് പോയില്ല. അങ്ങനെ ഇത് ഈ സമരം തുടങ്ങുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പാണ് നോട്ടീസ് കൊടുത്തത്. ഈ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു സമരം നടന്നിരുന്നു, ഒരു സൂചനാ സമരം നടന്നു. അതായത് വേലിശാമിയും വേറെ ഒരാളും കൂടെ കമ്പാലത്തറ ഡാമിൽ മീൻ പിടിക്കാൻ പോയി. അവിടെ മേൽജാതിക്കാരായിട്ടുള്ള കുറച്ച് പേര് ചേർന്ന് അവരുടെ വല അപഹരിക്കുകയും ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കമ്പനിക്ക് മുമ്പിലല്ല പ്രതിഷേധം, ശരിക്ക് ഈ കൊക്കോള വിരുദ്ധ സമരം തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനാ സമരം അന്നാണ് നടത്തിയത്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് സൂചനാ സമരം നടത്തുകയും ഒരു മാർച്ച് മീനാക്ഷിപുരത്തേക്ക്, ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ നിന്ന്, 12 കിലോമീറ്റർ കാൽനടയായിട്ട് ഈ അവിടുത്തെ പ്രദേശവാസികളെല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. അന്ന് മീനാക്ഷിപുരം പോലീസ് സ്റ്റേഷനില്ല, അന്ന് 8 പോസ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ ആദ്യത്തെ സമരം. ആ സമരം നടത്തുന്നതിന് മുൻപ് മലിനീകരണ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വരദരാജൻ എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. സൂചനാ സമരം ഒരു ദിവസം ഏകദിന സമരം നടത്തിയിരുന്നു. അങ്ങനെയാണ് ആ സമരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സംഗതി. 2002 ഏപ്രിൽ 22-ന് പ്ലാച്ചിമടയിൽ സമരം തുടങ്ങി. ഗോത്ര മഹാസഭയുടെ ശ്രീമതി CK ജാനുവാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അതാണ് സമരം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇടയിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഞാൻ സംസാരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ കാര്യമാണ് ഉള്ളത്. അതായത് ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് നടന്ന 3 പഠന റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നിത്യാനന്ദ് ജയരാമൻ്റെ ഒരു റിപ്പോർട്ട്, രണ്ടാമത്തെ ഡോക്ടർ സതീഷ് ചന്ദ്രൻ്റെ റിപ്പോർട്ട്, മൂന്നാമത്തെ റിപ്പോർട്ടാണ്
ജനനീതിയുടെ റിപ്പോർട്ട് ജോർജ് പുലിക്കുത്തിയേൽ നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂരിലുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഈ 3 റിപ്പോർട്ടും നമുക്ക് ഈ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം സഹായിച്ച അടിസ്ഥാന ഘടകങ്ങളാണ്, അടിസ്ഥാന ശിലകളാണ്. ആധികാരികമായ റിപ്പോർട്ട് തന്നെയാണ് 3ഉം. പക്ഷേ ഈ 3 റിപ്പോർട്ടും 3 റിപ്പോർട്ടുകൾ തന്നെയാണ്, വ്യത്യസ്ത റിപ്പോർട്ടുകൾ തന്നെയാണ്. ഒന്നാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഈ കൊക്കക്കോള ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് പുറന്തള്ളുന്ന കീടനാശിനികൾ, അതുപോലെ രാസമാലിന്യങ്ങൾ, അവയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. അത് എത്രമാത്രം പരിസ്ഥിതിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യത്തിനും എത്രത്തോളം ബാധിക്കും എന്ന്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ സാധനങ്ങൾ എന്ന് നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഡോക്ടർ സതീഷ് ചന്ദ്രൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഷ്യോ എൻവയൺമെൻറ്റൽ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടതാണ്. ആളുകളുടെ സാമൂഹ്യമായി എങ്ങനെ ബാധിക്കുന്നു, ഇത്രത്തോളം വെള്ളം എടുക്കുമ്പോൾ ഇവിടെ ജലചൂഷണം, ജലദൗർലഭ്യം എങ്ങനെ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട്. ജനനീതി പറയുമ്പോൾ ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. അവരും ഈ ഇവിടുത്തെ സ്ലഡ്ജും അതുപോലെ തന്നെ ഈ ദ്രവമാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി പരിശോധിച്ച് അതിൻ്റെ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. ഈ 3 റിപ്പോർട്ടും കൊക്കക്കോളയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ട് തന്നെയാണ്.